Hi all. So next our topic is tree traversal, which is a very important university question. This skip ചെയ്തത് നിങ്ങളാരും. So okay. So traversal is the process to visit all the nodes of a tree and make print this values to. അതായത് ട്രാവേഴ്സൽ എന്താണ് ട്രാവേഴ്സിങ് എന്ന് പറയുന്ന ട്രാവേഴ്സൽ എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ട്രീൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ട്രീയിൽ വരുന്ന ഓരോ നോട്ട്സിനെയും ഞാൻ വിസിറ്റ് ചെയ്തിട്ട് അത് പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ പ്രിൻറ്റ് ചെയ്യുന്നതിനുള്ള, അതായത് ട്രീയിൽ കൂടി നമുക്ക് ട്രാവേഴ്സ് ചെയ്യാൻ പറ്റുന്ന 3 ways ഉണ്ട്. ഓക്കെ, സോ ടോട്ടൽ 3 ways which we can traverse in a tree. Okay, so what are the 3 traversals? One is in-order traversal, second one is pre-order traversal, and third one is post-order traversal. So let's discuss each one by one in detail. Okay, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. So there are 3 different types of tree traversals: in-order traversal, pre-order traversal, and post-order traversal. First one is in-order traversal. Okay, in-order traversalനകത്ത് നമ്മുടെ ഒരു നോഡ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. ഓക്കെ, അതായത് ലെഫ്റ്റ് നോഡ് കഴിഞ്ഞിട്ടാണ്, അതായത് ഇങ്ങനെ ഒരു ട്രീ ഉണ്ടെങ്കിൽ സപ്പോസ് ഇത് എ എന്ന് പറയുന്ന റൂട്ട് നോഡ്, അതിന് ലെഫ്റ്റ് ചൈൽഡും കാണും റൈറ്റ് ചൈൽഡും കാണും. ബി എന്ന് പറയുന്നത് ഈ 2 ആൾക്കാരുടെ റൂട്ട് നോഡാണ്. ഓക്കെ, പാരന്റ് നോഡാണ്, നോട്ട് റൂട്ട് നോഡ്, പാരന്റ് നോഡ്. സോ ബിയുടെ ലെഫ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് ഡിയും റൈറ്റ് ചൈൽഡ് എന്ന് പറയുന്നത് ഇയും ആണ്. സോ ലൈക്ക് വൈസ് ഇതിനകത്ത് അങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, സോ ഇൻ-ഓർഡർ ട്രാവേഴ്സിൽ നമ്മൾ എങ്ങനെയാണ് ഓരോ നോഡിനെയും വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രാവേഴ്സ് ചെയ്യുന്നത്? ഫസ്റ്റ് ലെഫ്റ്റ് നോഡ് ട്രാവേഴ്സ് ചെയ്യും. ലെഫ്റ്റ് നോഡ് കഴിഞ്ഞതിന് ശേഷം എന്താണ് എൻ്റെ നോഡ്, അതായത് റൂട്ടിലേക്ക് പോകും. ഈ എൻ എന്ന് പറയുന്നത് റൂട്ടാണ്. ഓക്കെ, അതിൻ്റെ റൂട്ടിലേക്ക് പോകും. പിന്നെ അതിൻ്റെ റൈറ്റ് ചൈൽഡ്. ഓക്കെ, ഈ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. സോ ഇൻ-ഓർഡർ ട്രാവേഴ്സിൻ്റെ ഓർഡർ എങ്ങനെയാണ്? ലെഫ്റ്റ് നോഡ്, ഇപ്പോൾ റൂട്ട് നോഡിനെ ഞാൻ നോഡെന്നേ വിളിക്കുന്നുള്ളൂ. ലെഫ്റ്റ് നോഡ് ആൻഡ് right. Okay, so left subtree is visited first, then the root, and later the right subtree. If a binary tree is traversed in order, the output will produce sorted key values in an ascending order. അതവിടെ നിൽക്കട്ടെ. നമുക്ക് അതായത് അതിൻ്റെ ഒരു നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്നത് റൈറ്റ് ഡൗൺ ദി ഐറ്ററേറ്റീവ്, അതായത് നോൺ റിക്കേഴ്സീവ് അല്ലെങ്കിൽ റിക്കേഴ്സീവ് അൽഗോരിതംസ്. നമുക്കറിയാം നോൺ റിക്കേഴ്സീവ് എന്ന് പറയുന്നതിൻ്റെ വേറൊരു പേരാണ് ഐറ്ററേറ്റീവ് അൽഗോരിതം. സോ യൂണിവേഴ്സിറ്റിയിൽ അവർ പൊതുവെ ചോദിച്ചു കണ്ടിട്ടുള്ളത് റൈറ്റ് ഡൗൺ ദി ഐറ്ററേറ്റീവ് അൽഗോരിതം ഫോർ അവർ ഇൻ ഓർഡർ ഓർ പ്രീ ഓർഡർ ഓർ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ. സോ വെൻ ദേ ആർ സ്പെസിഫൈങ് you to write down the iterative algorithm, you have to write down the non-recursive algorithm. Okay, otherwise just write down the algorithm for the pre-order or in-order traversal, then you can select either non-recursive or recursive. Okay, സോ നമുക്ക് ഇവിടെ മെയിൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഏതാണ്? ഐറ്ററേറ്റീവ് അല്ലെങ്കിൽ നോൺ റിക്കേഴ്സീവ് അൽഗോരിതത്തിനാണ്. റിക്കേഴ്സീവ് അൽഗോരിതം ആക്ച്വലി ഇറ്റ് ഈസ് വെരി ഈസി ടു സ്റ്റഡി. അതിനകത്ത് വലിയ ഓപ്പറേഷൻസ് ഒന്നും വരുന്നില്ല. അതിങ്ങനെയാണ്, ഇതേപോലെ അങ്ങ് പോകും. അതായത് ഫസ്റ്റ് നമ്മളൊരു ട്രീയിലെ നോഡ് വിസിറ്റ് ചെയ്യുന്നു. അതിനകത്ത് ആദ്യമേ ലെഫ്റ്റ് സബ് ട്രീ വിസിറ്റ് ചെയ്യുന്നു, പിന്നെ റൂട്ടിനെ വിസിറ്റ് ചെയ്യുന്നു, പിന്നെ റൈറ്റ് സബ് ട്രീ. അതാകുമ്പോൾ തീരും നമ്മുടെ റിക്കേഴ്സീവ്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ കേസ് ഇൻ ദ എന്താണ് ഐറ്ററേറ്റീവ് അൽഗോരിതം. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ എയിം എന്ന് പറഞ്ഞിരുന്നാൽ ചില സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ നമുക്കിങ്ങനെ ഒരു ട്രീ തന്നിട്ട് പെർഫോം ഓർ റൈറ്റ് ഡൗൺ ദി ഇൻ ഓർഡർ ട്രാവേഴ്സൽ, പ്രീ ഓർഡർ ട്രാവേഴ്സൽ ആൻഡ് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ ഓഫ് ദിസ് ട്രീ എന്നായിരിക്കും ക്വസ്റ്റ്യൻ. സോ നമുക്ക് ആ വിസിറ്റ് ചെയ്യുന്ന നോഡുകളെ വിസിറ്റ് ചെയ്യുന്ന ആ ഒരു പാറ്റേൺ, ഇൻ ഓർഡർ പാറ്റേൺ എങ്ങനെയാണ്, പോസ്റ്റ് ഓർഡർ പ്രീ ഓർഡർ പാറ്റേൺ എങ്ങനെയാണ്, പോസ്റ്റ് ഓർഡർ പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്ക് എഴുതേണ്ടി വരും. ആ എഴുതുന്നതിന് തന്നെ ഒരു 4 മാർക്കോളം നമുക്ക് കിട്ടുകയും ചെയ്യും. സോ അതിനൊരു ട്രിക്ക് മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ ട്രിക്കി മെത്തേഡിൽ നമുക്കിപ്പോൾ പഠിക്കാം. എന്നതിന് ശേഷം ഒറിജിനൽ അൽഗോരിതം നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യമേ നമുക്ക് എങ്ങനെയാണ് ഒരു ട്രിക്ക് മെത്തേഡ് വഴി നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. സോ ഐ എം ഗോയിങ് ടു ടേക്ക് അനദർ tree. You can do the same in any kind of tree, but I am here choosing another tree. That is, for example, the tree, suppose it is like this.
A, B, C, D, E, H, F, G, M, K. This is our tree. So we are going to perform our in order traversal. See, in order traversal trick മെത്തേഡിൽ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യമേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രീ കിട്ടുമ്പോൾ ഞാൻ പറയുന്ന അതേ രീതിയിൽ നിങ്ങൾ വരച്ച് വെക്കണം ആദ്യം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് ഈ ലാസ്റ്റ് എൻഡിലെത്തുമ്പോൾ നിങ്ങളൊരു ഇങ്ങനെ ആക്കുക. ഓക്കെ, ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആക്കുക. ഇനി നേരെ ഇങ്ങനെ പോവുക. വീണ്ടും ഇതൊരു മീൻസ് ഇവിടെ ഇങ്ങനെ ഒരു പോയിൻ്റ് കിടക്കുമല്ലേ, അവിടെ നമ്മളിങ്ങനെ ആക്കണം. നേരെ ഇങ്ങനെ വരിക, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആക്കുക. നേരെ ഇങ്ങനെ ട്രാവൽ ചെയ്യുക, ഇവിടെ ആക്കണം. ഓക്കെ, നേരെ താഴെ വരിക, വീണ്ടും ഇങ്ങനെ ആക്കുക, ഇത് പോവുക, ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ വരച്ച് വെക്കണം നിങ്ങൾ. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു മെയിൻ ജോലിയുണ്ട്. അതായത് ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ നോഡിനെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ പോകുന്നതിനനുസരിച്ച് ഞാൻ നമ്പറിങ് ചെയ്യുവാണ്. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ നിന്നല്ലേ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ വരയിലെത്തി. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ എ എന്ന് പറയുന്ന നോഡിനെ ഞാൻ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ബി വന്നു. ബി എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു നോഡാണ് ബി. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്തു. അടുത്ത താഴേക്ക് വന്നു. ഡി എന്ന് പറയുന്ന നോഡും ഞാൻ മുന്നേ ഒന്നും വിസിറ്റ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ഞാൻ കാണുന്ന ഒരാളാണ്. സോ 1. ഈ പറയുന്ന സംഭവം ഇങ്ങനെ അപ്പം ഇവിടം വരെയായി. ഇനി എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് ഇതുവഴിയാണ് പാസ് ചെയ്യുന്നത്. ഇതുവഴി പാസ് ചെയ്യുമ്പം ഞാൻ ഡീനെ ഒന്നും കൂടി വിസിറ്റ് ചെയ്യണം. അതായത് ഇവിടെ നോക്കുമ്പോൾ ഈ സൈഡിലോട്ട് നോക്കുമ്പോൾ എന്താണ്, ഡീനെ ഞാൻ ഒന്നുകൂടി വിസിറ്റ് ചെയ്യുന്നു. സോ ഡിയുടെ കൗണ്ട് എത്രയാവും? 2 ആകും. പിന്നെ അവിടെ നിന്ന് കയറിയത് ഈ പാത്തിലെത്തുമ്പോൾ ഞാൻ വീണ്ടും ഡീനെ എന്താകുന്നു, തേർഡ് ടൈം ഞാൻ ഡീനെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും ഞാൻ ഇതിനകത്തോട്ട് കയറി ഇവിടെ വരുമ്പോൾ ഞാൻ ബീനെ എന്ത് ചെയ്യുന്നു, സെക്കൻഡ് ടൈം വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതേ പാത്ത് ഞാൻ താഴേക്ക് ഇറങ്ങുമ്പോൾ ഇ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നു. അടുത്ത വീണ്ടും താഴേക്ക് വന്നു. എച്ചിനെ ഞാൻ ഇവിടെ വെത്ത് ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യും. വീണ്ടും ഇങ്ങനെ പെർപെൻഡിക്കുലറിലേക്ക് താഴെ വഴി ബോട്ടം വഴി പോകുമ്പോൾ ഞാൻ ആരെ കാണുന്നു, നമ്മുടെ എച്ചിനെ കാണുന്നു. സോ സെക്കൻഡ് ടൈം വിസിറ്റ് ചെയ്തു. വീണ്ടും ഇവിടേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ഞാൻ ഈ സൈഡിലോട്ട് നോക്കുമ്പോൾ ആരെ കാണാം, നമ്മുടെ എച്ചിനെ തേർഡ് ടൈം ഞാൻ വിസിറ്റ് ചെയ്തു. വീണ്ടും ഞാൻ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ആരെ കണ്ടു, ഈനെ കണ്ടു. സെക്കൻഡ് ടൈം ഞാൻ വിസിറ്റ്, കാരണം ഈ ഫസ്റ്റ് ടൈം ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഈനെ സെക്കൻഡ് ടൈം വിസിറ്റ് ചെയ്തു. വീണ്ടും ഞാൻ ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തുമ്പോൾ എത്രാമതായി, ബീനെ ഞാൻ ഒന്നും കൂടി കാണുവാണ്. അതായത് ബി ഓൾറെഡി ഇപ്പം ഫസ്റ്റ് 1, 2, അടുത്ത തേർഡ് ടൈം ഞാൻ ബീനെ വിസിറ്റ് ചെയ്യുന്നു. അടുത്ത ഞാൻ ഇങ്ങനെ കയറുമ്പോൾ എൻ്റെ എനെ ഞാൻ സെക്കൻഡ് ടൈം വിസിറ്റ് ചെയ്യുന്നു. വീണ്ടും ഞാൻ ഇതുപോലെ തിരിച്ചു വന്നു. അപ്പം ഞാനിവിടെ സീനെ ഞാൻ മുന്നേ വിസിറ്റ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ്. സോ 1. സോ അഗെയിൻ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എഫിനെ കണ്ടു. എഫിനെ ഞാൻ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്ന ഒരാളാണ്. സോ അഗെയിൻ we will go down. At that time we are going to visit M for the first time. So 1 time. Okay, ഫസ്റ്റ് ടൈം ആണ്. നെക്സ്റ്റ് ഞാൻ താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ എമ്മിനെ ഞാൻ സെക്കൻഡ് ടൈം വിസിറ്റ് ചെയ്യുന്നു. ആൻഡ് തേർഡ് ടൈം എമ്മിനെ വിസിറ്റ് ചെയ്യുന്നു. വെൻ ഐ കംസ് ഹിയർ ഐ ആം ആക്ച്വലി വിസിറ്റിംഗ് ദി നോഡ് എഫ് ഡ്യൂറിങ് സെക്കൻഡ് ടൈം. സെക്കൻഡ് ടൈമിലും ഞാൻ വിസിറ്റ് ചെയ്യുന്നു. അഗെയിൻ ഞാൻ താഴേക്ക് വന്നു. കെ എന്ന് പറയുന്ന നോഡ് ഞാൻ മുന്നേ കണ്ടിട്ടില്ല. സോ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നു. എ ഇവിടെ വന്നു, ഇത് സെക്കൻഡ് ടൈം വിസിറ്റ് ചെയ്യുന്നു. കെനെ ഇവിടെ വന്നു, ഈ തേർഡ് ടൈം വിസിറ്റ് ചെയ്യുന്നു. അടുത്തത് ഇവിടെ കയറി ഇവിടെ വരുമ്പോൾ നമ്മുടെ എഫ് എന്ന് പറയുന്ന നോഡിനെ തേർഡ് ടൈം വിസിറ്റ് ചെയ്യുന്നു. ഇവിടെ എത്തുമ്പോഴേക്കും സെക്കൻഡ് ടൈം വിസിറ്റ് ചെയ്യുന്നു സീനെ. നേരെ ഇവിടെ എത്തുമ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ജീനെ വിസിറ്റ് ചെയ്യുന്നത്. നേരെ ഇവിടെ എത്തുമ്പോൾ ഞാൻ സെക്കൻഡ് ടൈമാണ് ജീനെ വിസിറ്റ് ചെയ്യുന്നത്. ഇവിടെ എത്തുമ്പോൾ തേർഡ് ടൈം വിസിറ്റ് ചെയ്യുന്നു. ഇവിടെ എത്തപ്പോൾ സീനെ ഞാൻ തേർഡ് ടൈം വിസിറ്റ് ചെയ്യുന്നു. ഇവിടെ എത്തുമ്പോൾ ഇതിനെ ഞാൻ തേർഡ് ടൈം വിസിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മുടെ 1, 2, 3 എന്ന് പറയുന്ന ഒരു ഓർഡറിലാണ് നമ്മൾ എഴുതി വെക്കുന്നത്. ഓക്കെ, ഇനി എന്താണ്, ഇനി നമുക്ക് എന്ത് ട്രാവേഴ്സിങ്ങിലാണ് നടത്തേണ്ടത്,
ഇൻ ഓർഡർ ട്രാവേഴ്സൽ. ഇപ്പോൾ ട്രിക്ക് മെത്തേഡ് വെച്ചിട്ട് ഞാൻ 3 ട്രാവേഴ്സലും ഞാൻ പറഞ്ഞു പോവാണ്. ഇൻ ഓർഡർ ട്രാവേഴ്സൽ നടത്തണം. എന്താ ചെയ്യേണ്ടേ? ഇൻ ഓർഡർ ട്രാവേഴ്സലിനകത്ത് ഫസ്റ്റ് എന്താണ് നമ്മുടെ എന്താ ഓർഡർ എന്താണ്? ലെഫ്റ്റ് നോഡ്, അതായത് റൂട്ട് നോഡ്, റൈറ്റ് നോഡ്, ഇങ്ങനെയാണ് ഉള്ളത്. ഇൻ ഓർഡർ ട്രാവേഴ്സൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ നമ്മൾ വിസിറ്റ് ചെയ്തപ്പോൾ സെക്കൻഡ് ടൈമിൽ വിസിറ്റ് ചെയ്ത ആൾക്കാരെ വേണം എടുത്തെഴുതാനായിട്ട്. ഇൻ ഓർഡർ, അതായത് നോഡിൻ്റെ പൊസിഷൻ എവിടെയാണോ അതിനനുസരിച്ചാണ് ഞാനിവിടെ 2 ഇടുന്നത്. ഇപ്പം നോഡ് എവിടെയാണ് കിടക്കുന്നത്? സെക്കൻഡ് പൊസിഷനാണ്. സോ സെക്കൻഡ് പൊസിഷനിലുള്ള ആൾക്കാർ ഞാൻ എഴുതും. എങ്ങനെ എഴുതും? ചുമ്മാ താറുമാറ് എഴുതിയാൽ പറ്റില്ല. ഇൻ ദ ഓർഡർ, അതായത് ദ ഓർഡർ വി ട്രാവൽഡ്, ദാറ്റ് മീൻസ് ദ റൂട്ട് വി ട്രാവൽഡ്, അത് വേണം നോക്കാൻ. ഈ റൂട്ട് വഴിയാണ് നമ്മൾ പോയത്. സോ ഫസ്റ്റ് ഇങ്ങനെ പോകുമ്പോൾ ആദ്യമായിട്ട് ഞാൻ 2 വരുന്നത് ഡിക്കാണ്. സോ ഡി ഫസ്റ്റ് ടൈം. ഇനി ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ആരാണ് സെക്കൻഡ് ടൈം? ബി ആണ് സെക്കൻഡ് ടൈം. ഓക്കെ. ഇനി ഇങ്ങനെ പോകുമ്പോൾ അടുത്ത ആരാണ്? എച്ച് ആണ് സെക്കൻഡ് ടൈം. അടുത്ത് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ആരാണ് സെക്കൻഡ് ടൈം വന്നിരിക്കുന്നത്? ഇ ആണ്. ഓക്കെ. സോ ഇ. നെക്സ്റ്റ് ഞാൻ ഇങ്ങനെ പോയി നെക്സ്റ്റ് എന്താണ്? ഇങ്ങനെ വരുമ്പോൾ ആരെയാ? സെക്കൻഡ് ടൈം എ ആണ്. അടുത്ത് ഞാൻ തിരിച്ചിങ്ങനെ വന്നു, ഇവിടെ എത്തുമ്പോൾ എമ്മിനെ വിസിറ്റ് ചെയ്തു. അടുത്ത് വീണ്ടും ഇങ്ങനെ പോകുമ്പോൾ എഫിനെ വിസിറ്റ് ചെയ്തു. അടുത്ത് ഞാൻ ഇങ്ങനെ പോയി ഇവിടെ എത്തുമ്പോൾ കെയിനെ വിസിറ്റ് ചെയ്തു. ഓക്കെ, സെക്കൻഡ് ടൈം. അടുത്ത് വീണ്ടും ഞാൻ ഇങ്ങനെ പോകുമ്പോൾ സീനെ വിസിറ്റ് ചെയ്തു. അടുത്ത് വീണ്ടും ഞാൻ ഇങ്ങനെ ഇവിടെ എത്തുമ്പോൾ സെക്കൻഡ് ടൈമിൽ ആരെ വിസിറ്റ് ചെയ്തിരിക്കുന്നു? ജീനെ വിസിറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ. സോ എളുപ്പത്തിൽ നമുക്ക് കിട്ടിയില്ലേ? ഈ പറയുന്ന ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്യത്തില്ലേ? ഫസ്റ്റ്, സെക്കൻഡ് ടൈം, തേർഡ് ടൈം എന്ന് ഓർഡർ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടുന്നത്. ഓർഡറിങ് തെറ്റിപ്പോയാൽ നമുക്ക് ഈ പറയുന്ന ആൻസർ കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻ ഓർഡർ ട്രാവേഴ്സൽ നടത്തുന്നത്. ഇനി നമുക്ക് ആരെ നോക്കാം? പ്രീ ഓർഡർ ട്രാവേഴ്സൽ നോക്കാം. ആരാ? പ്രീ ഓർഡർ ട്രാവേഴ്സൽ. പ്രീ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? നോഡ് ഫസ്റ്റ് വരും, ബാക്കി ലെഫ്റ്റും റൈറ്റും ഇവിടെ കിടക്കും. ഓക്കെ. പ്രീ ഓർഡർ, മുന്നേ. അതായത് റൂട്ട് എന്ന് പറയുന്നത് ഫസ്റ്റും ബാക്കി ലെഫ്റ്റ് നോഡും റൈറ്റ് നോഡും ആയിരിക്കും. സോ പ്രീ ഓർഡർ ട്രാവേഴ്സലിനകത്ത് എവിടെയാണ് നോഡിൻ്റെ പൊസിഷൻ? ഫസ്റ്റ് പൊസിഷൻ അല്ലേ? സോ നോഡിൻ്റെ പൊസിഷൻ ഫസ്റ്റ് കിടക്കുന്ന, അതായത് 1 എന്ന് പറയുന്ന നമ്പർ കിടക്കുന്ന ആളിനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? വിസിറ്റ് ചെയ്ത് പോകാൻ. സോ എഗെയിൻ ഓർഡറിൽ എടുത്തു. 1 ആരൊക്കെയാണ്? എ ഉണ്ട്. ഓർഡറിൽ വരുമ്പോൾ എ ഉണ്ട്, ബി ഉണ്ട്, ഡി ഉണ്ട്. സോ എ ബി ഡി ഇവിടെ. പിന്നെ ദേ ട്രാവൽ ചെയ്ത് മുകളിലേക്ക് കയറി നമ്മളിവിടെ ഇറങ്ങി. ബാക്കി ഈ റൂട്ട് പിടിക്കുമ്പോൾ ഇവിടെ ആര് ഫസ്റ്റ് ടൈം കാണുന്നു? ഈ റൂട്ട് പിടിക്കുമ്പോൾ ആദ്യമേ ഇ വരുന്നു, അടുത്തത് എച്ച് വരുന്നു. വീണ്ടും തിരിച്ചിങ്ങനെ മുകളിലേക്ക് പോയി താഴെ നോക്കുമ്പോൾ സി വരുന്നു. ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്ത ആൾ. എഫ് വരുന്നു, അടുത്ത എം വരുന്നു. അടുത്ത് വീണ്ടും ഇങ്ങനെ കയറിയതാ ഇവിടെ എത്തുമ്പോൾ, അതായത് ഇങ്ങനെയൊക്കെ പാസ് ചെയ്യുമ്പോൾ ആര് ഫസ്റ്റ് ടൈം കാണുന്നു? കെയിനെ ഫസ്റ്റ് ടൈം കാണുന്നു. കെയിനെ എഴുതി ഇങ്ങനെ പോയി ട്രാവൽ ചെയ്തത് ഇവിടെ എത്തുമ്പോൾ ആരൊക്കെ കാണുന്നു? ജീനെ കാണുന്നു. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രീ ഓർഡർ ട്രാവേഴ്സൽ. ഓക്കെ. സോ ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കേണ്ടേ? പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ. ഓക്കെ, പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ. അപ്പോൾ പോസ്റ്റ് ഓർഡർ ആകുമ്പോൾ എങ്ങനെയായിരിക്കും ഓർഡർ? നോഡിൻ്റെ ഓർഡർ എങ്ങനെയായിരിക്കും? We know that post order, that means first left node, then right node, and at the last we are visiting the root node. So what is the position of the root node? It's in the third position. So ഏത് നമ്പർ ആയിരിക്കും നമ്മൾ ഏത് നമ്പറുള്ള നോഡുകളായിരിക്കും ഫസ്റ്റ് ചൂസ് ചെയ്യുക? 3 എന്ന് പറയുന്ന നമ്പറുള്ള നോഡ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഇവിടെ വരുമ്പോൾ നമുക്കൊരു കുറച്ച് കുറച്ചൊരു ബുദ്ധി നമ്മൾ നോക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് കിട്ടത്തുള്ളൂ. ആ ഒരു പൊസിഷൻ, ആ ഒരു പോയിന്റ് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സെക്കൻഡ് ടൈം, തേർഡ് ടൈം വിസിറ്റ് ചെയ്ത ആൾ. ഓക്കെ, ഇങ്ങനെ വരുമ്പം ഓക്കെ, ഡി എന്ന് പറയുന്നത് ഞാൻ തേർഡ് ടൈം വിസിറ്റ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഇനി ഇവിടെ വന്നു. ഓക്കെ, ഇവിടെ വന്നപ്പോൾ ഓക്കെ സെക്കൻഡ് ടൈം ഇങ്ങനെ പോന്നു. ദാ ഇവിടെ ആര് വന്നു? തേർഡ് ടൈമിൽ വിസിറ്റ് ചെയ്യുന്ന എച്ച് വന്നു. ഇനി നോക്കുക ആരാ വന്നത്? ഇ വന്നു. ഈ പക്ഷേ ശരിക്കും സെക്കൻഡ് ടൈമിൽ ആണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇ എന്ന് പറയുന്ന നോഡിനെ നമ്മൾ വീണ്ടും തേർഡ് ടൈമിൽ വിസിറ്റ് ചെയ്യുന്നുണ്ടോ? ഒരിക്കലും നമുക്ക് എല്ലാ നോട്ട്സും ട്രാവേഴ്സലിനകത്ത് വേണം അല്ലേ? ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ എല്ലാ നോട്ട്സും വരണം.
അപ്പം ഞാനിങ്ങനെ എച്ച് കഴിഞ്ഞ് ഇവിടേക്ക് പാസ് ചെയ്യുമ്പോൾ വി ആർ ഗെറ്റിംഗ് അറ്റ് ദ ലാസ്റ്റ് ടൈം വി ആർ വിസിറ്റിംഗ് ആക്ച്വലി ഡ്യൂറിങ് ദ സെക്കൻഡ് ടൈം. ബട്ട് ഞാനിപ്പോൾ ഇത് പാസ് ചെയ്ത് ഇങ്ങ് പോയി കഴിഞ്ഞാൽ, ഞാനിതിങ്ങനെ കംപ്ലീറ്റ് തേർഡ് നോഡിനെ എഴുതി കഴിഞ്ഞാൽ I will not reach, or I couldn't able to reach the position. That means I cannot able to reach the node E. അതിന് ലാസ്റ്റ് എൻഡായി പോയിരുന്നാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, ഈനെ എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് ഈനെ ഞാൻ മൂന്നാമതിന് വിസിറ്റ് ചെയ്യാനേ പോകുന്നില്ല. കാരണം എനിക്ക് ബാക്ക് ട്രാവേഴ്സിങ് പറ്റത്തില്ല. ഉള്ളി ഫോർവേഡ് മൂവ്മെൻറ്റ് മാത്രമേ പറ്റുള്ളൂ. സോ ഇവിടെ നിന്ന് വിട്ടുപോയി ഇത് എഴുതാതെ വിട്ടുപോയാൽ എന്ത് പറ്റും, ഈ എന്ന് പറയുന്ന നോഡിനെ എനിക്ക് എൻ്റെ ട്രാവേഴ്സിങ്ങിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല. സോ എന്ത് ചെയ്യണം, ഈ പറയുന്ന 3 കഴിയുമ്പോൾ നിങ്ങൾ നോക്കണം, ഈ 2 എന്ന് പറയുന്ന ആള് ഓക്കെ ഇത് 2 ആണ്, 3 അല്ല. 3 ആണെങ്കിലേ നമ്മൾ എഴുതത്തുള്ളൂ. ബട്ട് ഒന്നും കൂടി നിങ്ങൾ നോക്കണം, ഈ ഈനെ ഞാൻ തിരിച്ചു വരുന്ന സമയത്തെങ്ങാണ് എപ്പോഴെങ്കിലും വിസിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. വിസിറ്റ് ഇപ്പം ഈനെ ഞാൻ വേറെ എങ്ങും വിസിറ്റ് ചെയ്യുന്നില്ല, ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഈ എന്ന് പറയുന്നത് ശരിക്കും തേർഡ് ടൈമിൽ വിസിറ്റ് ചെയ്യുന്നതാക്കി മാറ്റണം. സോ ഞാൻ ഈ എന്ന് പറയുന്നത് അടുത്ത് എഴുതണം. കാരണം എനിക്ക് രണ്ടാമതൊരു ചാൻസ് ബാക്കിലേക്ക് വന്ന് ഈനെ എടുക്കാനായിട്ട് എനിക്ക് കിട്ടില്ല. സോ യു ഹാവ് ടു റൈറ്റ് അറ്റ് ദിസ് പോയിന്റ് ഇ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ, ട്രാവേഴ്സ് ചെയ്ത് പോയി തേർഡ് ടൈമിൽ വിസിറ്റ് ചെയ്യുന്നത് നമ്മുടെ ബി ആണ്. ഓക്കെ, ബി വിസിറ്റ് ചെയ്തു, നേരെ ഇവിടെ വന്നു, നേരെ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി. സെക്കൻഡ് ടൈം അടുത്ത് വീണ്ടും ഇവിടെ ആര് വന്നു, എം വന്നു. ഓക്കെ, ഇവിടെ സെക്കൻഡ് എന്തുകൊണ്ട് ഞാൻ എഴുതുന്നില്ല, സെക്കൻഡ് ഇവിടെ ഈ സെക്കൻഡ് എഴുതി, ഈ സെക്കൻഡിലായി കിടന്ന ഈനെ ബട്ട് ഞാൻ തേർഡ് വിസിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് എഴുതി. ഇവിടെ ഞാൻ എഫിനെ എഴുതുന്നില്ല. കാരണം എന്താ, എഫിനെ ഞാൻ ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് എഫിനെ ഞാൻ മൂന്നാമത് വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ഇവിടെ എഴുതേണ്ട കാര്യമില്ല. അവിടെ ഓൾറെഡി എഫിന് 3 എന്ന് പറയുന്ന നമ്പർ കിടപ്പുണ്ട്. അപ്പം ഞാനിങ്ങനെ താഴേക്ക് 2 വന്നു, താഴേക്ക് വന്നു, ഇങ്ങനെ വന്നു. അപ്പോൾ അവിടെ ആര് വന്നു, കെ വന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ ആരെ കിട്ടി, എനിക്ക് എഫിനെ കിട്ടി. ഓക്കെ, സോ നെക്സ്റ്റ് കംസ് സി വന്നു. ഓക്കെ, അത് പറ്റില്ല. ജി വന്നു. ഓക്കെ, അത് പറ്റില്ല. ജി വന്നു, പറ്റില്ല. ഇങ്ങനെ വന്നു. ഇവിടെ ആരാ, ഇവിടെ തേർഡ് ടൈം ജി പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആരാണ്, സി പാസ് ചെയ്യുന്നുണ്ട്, എ പാസ് ചെയ്യുന്നുണ്ട്. എല്ലാ നോട്ട്സും വന്നിട്ടുണ്ടോ എന്ന് ചെക്ക്. എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച് കഴിഞ്ഞാൽ കെ ആണുള്ളത്. ഓക്കെ, എച്ച്, ജി, കെ ആണുള്ളത്. ഓക്കെ, ദാറ്റ് മീൻസ് ഹൗ മെനി നമ്പർ ഓഫ് നോട്ട്സ്, 1 2 3 4 5 6 7 8 9 10. Total 1 2 3 4 5 6 7 8 9 10. So I visited all the nodes using the post order traversal. നിങ്ങൾക്ക് ഡൗട്ട് അടിക്കുന്നത് ഈ ഒരു പൊസിഷനിലായിരിക്കും. അത് ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അപ്പം നമുക്കിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ട്രീ തന്നിരുന്നാൽ ഇനി നിങ്ങൾക്ക് ചെയ്യാനറിയാം, ഇങ്ങനെ വെച്ച് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് അൽഗോറിതംസ് ആണ്. ആരുടെയൊക്കെ അൽഗോറിതം, നമ്മുടെ ഇൻഓർഡറിൻ്റെ അൽഗോറിതം പഠിക്കണം, പ്രീ ഓർഡറിൻ്റെ ബോത്ത് അൽഗോറിതം, ദാറ്റ് മീൻസ് റിക്കേഴ്സീവ് ആസ് വെൽ ആസ് ദി നോൺ റിക്കേഴ്സീവ് അൽഗോറിതംസ് വി നീഡ് ടു സ്റ്റഡി. സോ first we can study the in-order algorithm, recursive and non-recursive, then we can go for pre-order and post-order. Okay, so let's take the same tree as our example. Okay, we can take out the same tree as our example. So I am going for the algorithm part. So first we are going to write down the algorithm of in-order, and that too non-recursive algorithm, non-recursive or iterative algorithm. അതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇൻ ഓർഡർ ഓർ, അപ്പോൾ നമുക്ക് നോക്കാം. Iterative algorithm of in order. See here, first one is while loop. That means we are calling it as a function. For example, the function name is in order. Okay, in that function we are writing a code that is while 1. while 1 in the sense, എന്തിനാണ് ഈ while 1 യൂസ് ചെയ്യുന്നത്, നമുക്ക് തന്നിരിക്കുന്ന ട്രീയിൽ നോട്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ while ലൂപ്പിനകത്തേക്ക് കയറുന്നത്. ഓക്കെ, ഇപ്പം സപ്പോസ് നമുക്ക് നോഡ് ഉണ്ട്, നമ്മുടെ ട്രീയിൽ നോഡ് ഉണ്ട്. സോ ഞാൻ അകത്തേക്ക് കയറുവാണ്. കയറി while p എന്ന് പറഞ്ഞാൽ എന്താണ്,
നമ്മുടെ സ്റ്റാർട്ടിംഗ് റൂട്ട് നോഡ് ഏതാണോ അതാണ് പി. സോ എൻ്റെ പി ഇപ്പോൾ ഏതാണ്? ശരിക്കും പി ഏതാണ്? പി എന്ന് പറയുന്ന നമ്മുടെ എ ആയിട്ട് നിൽക്കുവാണ്. പി എന്ന് പറയുന്നത് എ ആയിട്ട് നിൽക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, അതായത് വയലിൻ്റെ അകത്ത് കയറി വയൽ പി, ദാറ്റ് മീൻസ് എൻ്റെ പി ഉണ്ട്. പി എന്ന് പറയുന്നത് ആരാണ്? ഫസ്റ്റ് റൂട്ട് നോഡാണ്. സോ ഞാൻ അതിനകത്തേക്ക് എൻ്റർ ചെയ്തു. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് we have to push P. That means in order to implement in-order algorithm or in-order traversal, we need the help of stack. So നമ്മുടെ സ്റ്റാക്കിനകത്തേക്ക് വരച്ചു വെക്കുവാണ് ഞാൻ. So when I am taking the first root node, that means while P, we have to push that node. അതായത് ഈ പി എന്ന് പറയുന്ന പോയിന്റ് ചെയ്തിരിക്കുന്ന നോഡിനെ ഞാൻ എന്ത് ചെയ്യണം? ഐ ഹാവ് ടു പുഷ് ഹിയർ. സോ ഐ എം ഗോയിങ് ടു പുഷ് വാട്ട് ഇസ് പി? പി ഈസ് നത്തിങ് ബട്ട് എ. സോ ഐ പുഷ് എ ഇൻ ടു ദിസ് സ്റ്റാക്ക്. ദെൻ വാട്ട് ഈസ് ദ നെക്സ്റ്റ് എയിം? Next step is we have to set our new P. Our new P as P tends to left. Which is our P? Which is our current P is actually A. എയുടെ ലെഫ്റ്റ് നോഡ് എടുക്കണം. അതാണ് ഇനി പുതിയ പി ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. സോ വിച്ച് ഈസ് അവർ എയുടെ ലെഫ്റ്റ് നോഡ് ആരാണ്? എയുടെ ലെഫ്റ്റ് നോഡ് എന്ന് പറയുന്നത് ബി ആണ്. സോ മൈ പോയിന്റർ എന്താകും? ചേഞ്ച് ആകും. പോയിന്റർ ആരായി മാറും? നമ്മുടെ ഈ പറയുന്ന ബി ആയി മാറും. ഓക്കെ, ബി എന്ന് പറയുന്നത് പോയിന്ററായി. ഇനി വൈൽ പി, വീണ്ടും വൈൽ ലൂപ്പാണ്. ഇത് നമ്മുടെ ലൂപ്പ് തീർന്നു. വീണ്ടും വൈൽ ലൂപ്പാണല്ലോ. സോ വീണ്ടും ഞാനിവിടെ വന്നു വൈൽ പി. ഓക്കെ, പി എന്ന് പറയുന്നത് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പുഷ് പി ചെയ്യും. അതാരാണ്? ബി. സോ ഞാൻ ബി ഇവിടെ പുഷ് ചെയ്തു. എഗെയിൻ പി ഈക്വൽ ടു പിൻ്റെ ലെഫ്റ്റ്. പിയുടെ ലെഫ്റ്റ് ആരാണ്? ഡി ആണ്. സോ എൻ്റെ പോയിന്റർ ആരായി മാറി? വീണ്ടും പോയിന്റർ ഡി ആയി മാറി. ഓക്കെ, സോ പോയിന്റർ ഡി ആയി മാറുമ്പോൾ വൈൽ ഡി, ഓക്കെ, ഇറ്റ്സ് എ നോഡ് ഉണ്ട്. സോ പുഷ് ഡി, നമ്മൾ പുഷ് ചെയ്തു. അടുത്ത പോയിന്റർ പി ഈക്വൽ ടു ലെഫ്റ്റ്. അതായത് നമ്മുടെ ഡി എന്ന് പറയുന്ന നോഡിന് ലെഫ്റ്റ് ചൈൽഡ് ഉണ്ടോ? ഇവർ രണ്ടുപേരും എന്താണ്? ലെഫ്റ്റും റൈറ്റും ശരിക്കും എന്താണ്? നൾ നോഡുകളാണ്. സോ ഞാൻ ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ വൈൽ നള്ളല്ലേ, അതായത് എനിക്ക് നോഡൊന്നുമില്ല. സോ ഞാൻ എന്ത് ചെയ്യും? ഈ വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. അതായത് ഈ ഒരു വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. എന്നിട്ട് അടുത്ത കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുവാണ്. ഇഫ് സ്റ്റാക്ക് എം ടി, നമ്മുടെ സ്റ്റാക്ക് എം ടി ആണോ എന്ന് നോക്കും. നമ്മുടെ സ്റ്റാക്ക് എം ടി ആണോ? അല്ല, സ്റ്റാക്ക് എം ടി അല്ല. സ്റ്റാക്ക് എം ടി ആണെങ്കിൽ ബ്രേക്ക് കണ്ടീഷൻ കൊടുക്കും. ഇവിടെ നമ്മുടെ കേസ് എന്തല്ല? സ്റ്റാക്ക് എം ടി അല്ല. സ്റ്റാക്ക് എം ടി അല്ലെങ്കിൽ പീനെ ഞാൻ എന്ത് ചെയ്യും? പോപ്പ് ചെയ്യും. അതായത് പീനെ പോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? പോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിൻ്റെ ടോപ്പിലിരിക്കുന്ന ആളിനെയല്ലേ എനിക്ക് പോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ ആരെ പോപ്പ് ചെയ്യും? ഡീനെ പോപ്പ് ചെയ്യും. ഡീനെ പോപ്പ് ചെയ്യുന്ന ഏത് നോഡിനെയാണോ ഞാൻ പോപ്പ് ചെയ്യുന്നത് ഉടനെ എന്ത് ചെയ്യണം? പ്രിൻ്റ് ചെയ്യണം. പ്രിൻ്റ് പി ഡേറ്റ. അതായത് പി എന്ന് പറയുന്ന നോഡിനകത്ത്, പി എന്ന് പറഞ്ഞൊരു പോയിന്റർ ആണല്ലോ, പി എന്ന് പറയുന്ന പോയിന്ററിനകത്തിരിക്കുന്ന ഡേറ്റയെ ഞാൻ എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യണം. സോ വാട്ട് ഈസ് ഇറ്റ് മീനിങ്? What is the meaning of that? That means P is actually pointing to our topmost element. That is pop ചെയ്യുന്നത് സ്റ്റാക്കിൻ്റെ topmost element ആയിരിക്കും. So P is actually pointing to the D. That means what is P's data? The pointer of the data. Data is എന്താണ്? നമ്മുടെ D ആണ്. So we will print ആരെ പ്രിന്റ് ചെയ്യും? ഫസ്റ്റ് ഡീനെ പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? We have to again change our പോയിന്റർ. ഓക്കെ, ബിക്കോസ് ഓൾറെഡി നമ്മൾ എടുത്ത പോയിന്റർ നമ്മൾ പ്രിന്റ് ചെയ്തു. സോ വി ഹാവ് ടു ചേഞ്ച് അവർ പോയിന്റർ വാല്യൂ നോട്ട് പോയിന്റർ ചേഞ്ച് ചെയ്യണം. സോ ഞാൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ പി ഈക്വൽ ടു പിൻ്റെ റൈറ്റ് കൊടുക്കുക. ഇപ്പോൾ പി എന്താണ്? ഇപ്പോൾ പി എന്ന് പറയുന്നത് ഡി ആണല്ലേ. ഇപ്പോൾ പോയിന്റർ എന്താണ്? പോയിന്റർ ഇസ് ആക്ച്വലി ഓക്കെ. സോ നെക്സ്റ്റ് വാട്ട് ഇസ് പി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡി ആണ്. പോപ്പ് ചെയ്ത എലമെൻ്റ് ആണ് ശരിക്കും പോയിന്ററായിട്ടിരുന്നത്. അപ്പോൾ ഡി അതിനകത്തേക്കാണ് ഇരിക്കുന്നത്. സോ ഡിയുടെ റൈറ്റ് ആരാണ്? ഡിയുടെ റൈറ്റ് ആരാണ്? സോ ഡി ഇവിടെ കിടക്കുന്നു. ഡിയുടെ റൈറ്റും എന്താണ്? നള്ളാണ്. ഓക്കെ, നള്ളാണ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് കഴിഞ്ഞു. ഈ ഒരൊറ്റ, അതായത്
ഇതായിരുന്നു നമ്മുടെ കംപ്ലീറ്റ് വൈൽ. അപ്പം നമ്മളിത് പുറത്തിറങ്ങി. പി ഇപ്പോൾ ആരാണ്? പിയുടെ റൈറ്റ്. ദാറ്റ് മീൻസ് പി എന്താണ്? നള്ളാണ്. ബിക്കോസ് ഡിയുടെ റൈറ്റ് ആരും ഇല്ല, അപ്പോൾ നള്ളാണ്. ഞാൻ ഇവിടെ വന്നു വൈൽ 1, അതായത് ട്രീയിൽ ആരെങ്കിലും ഉണ്ടോ? ആരൊക്കെ ഉണ്ട്? ഒരുപാട് പേരുണ്ട്. വൈൽ പി, ദാറ്റ് മീൻസ് വൈൽ പി എന്താണ്? നള്ളാണ്. വൈൽ നള്ളാണോ? നോഡൊന്നും ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യും? ഈ ലൂപ്പിൽ കയറില്ല, ഇവിടെ എത്തും. ഇഫ് സ്റ്റാക്ക് ഇസ് എം ടി, സ്റ്റാക്ക് എം ടി ആണോ? അല്ല. പി ഈക്വൽ ടു പോപ്പ്. ഇപ്പോൾ ടോപ്പ് മോസ്റ്റ് എലമെന്റ് ആരാണ്? ഇത് പോപ്പായേ. ടോപ്പ് മോസ്റ്റ് എലമെന്റ് ആരാണ്? ബി ആണ്. സോ വാട്ട് വി ഹാവ് ടു ഡു? പി ഈസ് ഈക്വൽ ടു പോപ്പ്. അപ്പം നമ്മൾ ആരെ പോപ്പ് ചെയ്യും? ബീനെ പോപ്പ് ചെയ്യും. ബീനെ പോപ്പ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇവിടെ ബി പ്രിന്റ് ആകും. പ്രിന്റ് ഏത് നോഡിനെ ആണോ പോപ്പ് ചെയ്യുന്നത് ആ നോഡ് ഞാൻ എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? പി ഈസ് ഈക്വൽ ടു പിന്റെ റൈറ്റ് ആക്കും. ഇപ്പോൾ ആരാണ് പോപ്പ് ചെയ്തത്? ബി. ബീന്റെ റൈറ്റ് ആരാണ്? ബി എന്ന് പറയുന്നത് ഇത്. ഇയാളെയാണ് പോപ്പ് ചെയ്തത്. ബിയുടെ റൈറ്റ് ആരാണ്? ഇ. സോ ഇപ്പോഴും പുതിയ പി ആരാണിടെ? പുതിയ പി എന്ന് പറയുന്നത് നമ്മുടെ ഇ ആണ്. പുതിയ പി എന്ന് പറയുന്നത്, സോറി കേട്ടോ. അപ്പം നമ്മുടെ ബിയുടെ ഇതാണ് നമ്മൾ പോപ്പ് ചെയ്തത്. ബി ആണ് പോപ്പ് ചെയ്തത്. ബീൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് ആരാണ്? പി എന്ന് പറയുന്നത് നമ്മൾ പോപ്പ് ചെയ്ത ആളാണ് ബി. ആ ബിയുടെ റൈറ്റ് എന്ന് പറയുന്നത് ആരാണ്? ഇ ആണ്. ഇനി നമുക്ക് നമ്മൾ പുതിയ പോയിന്റർ ആരായി മാറി? ഇ ആയി മാറി. ഓക്കെ, ഈ ലൂപ്പ് പോയി വീണ്ടും ഇവിടെ വന്നു. വൈൽ 1, എൻ്റെ ട്രീയിൽ ആൾക്കാരുണ്ട്. സോ വൈൽ പി, പി എന്ന് പറയുന്ന ആരാണ്? വൈൽ ഇ ആണ്. നോഡുണ്ടല്ലോ, അതായത് നള്ളൊന്നും അല്ല, ഇ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പുഷ് ഇ. ഞാൻ എന്ത് ചെയ്യുന്നു? പുതിയ ആളിനെ പുഷ് ചെയ്യുന്നു. അതായത് ഇനെ പുതിയതായിട്ട് ഞാൻ പുഷ് ചെയ്യുന്നു. ശരിക്കും ബി ഞാൻ പോപ്പ് ചെയ്തില്ലേ? ബി പോപ്പ് ചെയ്തു. സോ ഇവിടെയാണ്. അപ്പോൾ എൻ്റെ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയായി മാറും. അതായത് ഇവിടെ എ ഉണ്ട്, ഇവിടെ ഇ ഉണ്ട്. കാരണം ഡിയും ബിയും ഞാൻ ഓൾറെഡി പോപ്പ് ചെയ്തു. ഇപ്പം ഇങ്ങനെയാണ് സ്റ്റാക്ക് ഇരിക്കുന്നത്. ഇനി എന്ത് ചെയ്യാണ്? പുഷ് പി. ഞാൻ പുഷ് പി, അതായത് ഇനെ പുഷ് ചെയ്തു. ഇനി ഇയുടെ പുതിയ പോയിന്റർ ആരാക്കി വെക്കണം? ഇയുടെ ലെഫ്റ്റ്. ഇയുടെ ലെഫ്റ്റ് ആരാണ്? എച്ച് ആണ്. സോ പുതിയ ലെഫ്റ്റ്, പുതിയ ഇയുടെ പി ഈക്വൽ ടു ഇയുടെ ലെഫ്റ്റ് എച്ച് ആണ്. സോ ഈ ലൂപ്പ് എച്ച് ആണല്ലോ, പുതിയ നോഡ് കിട്ടിയത് എച്ച് ആണ്. വീണ്ടും ഞാൻ ഇങ്ങോട്ട് വരും. വൈൽ പി, വൈൽ എച്ച് ആണല്ലോ. സോ പുഷ് പി, ദാറ്റ് മീൻസ് പുഷ് എച്ച് ചെയ്യും. പി ഈസ് ഈക്വൽ ടു എച്ചിൻ്റെ ലെഫ്റ്റ്. എച്ചിൻ്റെ ലെഫ്റ്റ് ആരാണ്? എച്ചിന് ഇവിടെ ലെഫ്റ്റ് ഇല്ല, നള്ളാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ലൂപ്പിൻ്റെ പുറത്തിറങ്ങും. ഇഫ് സ്റ്റാക്ക് ഈസ് എം ടി ആണോ? അല്ല. പി ഈസ് ഈക്വൽ ടു പോപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആരെ പോപ്പ് ചെയ്യും? ടോപ്പിൽ ഇരിക്കുന്ന ആളിനെ പോപ്പ് ചെയ്യും. ദാറ്റ് ഇസ് എച്ച്. അതിനെ ഞാൻ എച്ചിനെ പോപ്പ് ചെയ്തു വെച്ചു. അപ്പോൾ എച്ചിനെ പോപ്പ് ചെയ്തു കളഞ്ഞു. ഇനി എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്തു. എന്നിട്ട് പിയുടെ റൈറ്റ് ആക്കണം. അതായത് എച്ച് പോപ്പ് ചെയ്ത ആളുടെ റൈറ്റ് സൈഡ്, റൈറ്റ് നോക്കണം. എച്ചിൻ്റെ റൈറ്റ് ആരാണ്? എച്ചിന് റൈറ്റ് ഉണ്ടോ? ഇല്ല, നള്ളാണ്. സോ വൈൽ പി നള്ളാണ്. സോ വീണ്ടും ഇതിനകത്ത് കയറാൻ പറ്റില്ല. ഇതിനകത്ത് വന്നു. ഇഫ് സ്റ്റാക്ക് എം ടി ആണോ? അല്ല. അപ്പോൾ ഇവിടെ വന്നു. പീനെ പോപ്പ് ചെയ്യാൻ പറഞ്ഞു. പിയിൽ ഇപ്പോൾ എന്താണ് ഇരിക്കുന്നത്? ഇയെ പോപ്പ് ചെയ്തു. നമ്മൾ ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് പോപ്പായി. ഇനി എന്ത് ചെയ്യണം? ഈനെ എന്താക്കി മാറ്റണം? ഈൻ്റെ റൈറ്റ്, അത് പുതിയ പോയിന്റർ ഈൻ്റെ റൈറ്റ് ആക്കി മാറ്റണം. ഈൻ്റെ റൈറ്റ് ആരെങ്കിലും ഉണ്ടോ? ഈ നോഡ്, ഈയുടെ റൈറ്റ് ആരും ഇല്ല. ഈയുടെ റൈറ്റിൽ ആരും ഇല്ലാതെ വരുമ്പോൾ എന്ത് വരും? വൈൽ നള്ളാണ്. അപ്പം നേരെ ഐട്രേഷൻ ഇവിടെ വരും. വൈൽ നള്ളാണ്. ഓക്കെ, ആരുമില്ല. ഈ അടുത്ത വീണ്ടും ഞാൻ നോക്കി. വൈൽ ഈസ് എം ടി. ഓക്കെ, എം ടി ആണോ? അല്ല, എം ടി അല്ല. പോപ്പ് പി ഈസ് ഈക്വൽ ടു പോപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പിയിൽ ഇപ്പോൾ എന്താണ്? ആകെ ഇരിക്കുന്ന സ്റ്റാക്കിൽ എ മാത്രമാണ്. ഇപ്പോൾ എനെ ഞാൻ പോപ്പ് ചെയ്തു, പ്രിന്റ് ചെയ്തു. ഓക്കെ, പ്രിന്റ് ചെയ്തു. പിന്നെ എന്റെ റൈറ്റ് ആക്കി മാറ്റി. എന്റെ റൈറ്റ് ആരാണ്? എവിടെ നോക്കിക്കേ? എന്റെ റൈറ്റ് ആരാണ്? സി ആണ്. ഓക്കെ, അപ്പോൾ വൈൽ സി, പുഷ് സി ആരാക്കി മാറ്റണം? ഞാൻ എനെ പോപ്പ് ചെയ്തല്ലോ, അപ്പോൾ ആരുമില്ല. സിയെ പുഷ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ സീനെ പുഷ് ചെയ്തു. ഇനി എന്ത് ചെയ്തു? സീൻ്റെ ലെഫ്റ്റ് ആക്കി മാറ്റുക. സീൻ്റെ ലെഫ്റ്റ് ആരാണ്? സീൻ്റെ ലെഫ്റ്റ് എഫ് ആണ്. ഓക്കെ, അപ്പം സീൻ്റെ ലെഫ്റ്റ് ആക്കി. പുതിയ പോയിന്റർ എഫ് കിട്ടി. വൈൽ എഫ് കിട്ടി. പുഷ് എഫ്. അപ്പോൾ വീണ്ടും ഞാൻ എഫിനെ പുഷ് ചെയ്തു. ഓക്കെ, ഇനി എഫിൻ്റെ ലെഫ്റ്റ് നോക്കണം. എഫിൻ്റെ ലെഫ്റ്റ് ആരുണ്ട്? എം ഉണ്ട്. വൈൽ എം വീണ്ടും ആളുണ്ട്. സോ ഞാൻ എമ്മിനെ പുഷ് ചെയ്തു. ഇനി എമ്മിൻ്റെ ലെഫ്റ്റ് നോക്കുക. എമ്മിൻ്റെ ലെഫ്റ്റ് ഇവിടെ എന്താണ്? നള്ളാണ്. നള്ളായത് കാരണം ഇതിൽ നിന്ന് പുറത്തിറങ്ങും. ഇഫ് സ്റ്റാക്ക് എം ടി ആണോ? എം ടി അല്ല. പി ഈസ് ഈക്വൽ ടു പോപ്പ്. പോപ്പ് ചെയ്യുമ്പോൾ ആരെ പോപ്പ് ചെയ്യും? ഫസ്റ്റ് എമ്മിനെ പോപ്പ് ചെയ്യും. അപ്പം ഈ കഴിഞ്ഞിട്ട് നമ്മൾ ആരെ പോപ്പ് ചെയ്തു? എമ്മിനെ പോപ്പ് ചെയ്തു. സോ എമ്മിനെ പോപ്പ് ചെയ്ത് കളഞ്ഞു. പ്രിന്റ് ഡേറ്റേനെ ഞാൻ എമ്മിനെ പ്രിന്റ് ചെയ്തു. എമ്മിൻ്റെ റൈറ്റ് സൈഡ് നോക്കണം. എമ്മിൻ്റെ റൈറ്റ് ആരാണ്? നള്ളാണ്. സോ വൈൽ നള്ളാണ്. സോ നേരെ ഇത് കയറില്ല. ഇവിടെ എത്തി. സ്റ്റാക്ക് എം ടി ആണോ? അല്ല. ഇവിടെ ഞാൻ എമ്മിനെ പോപ്പ് ചെയ്തു. ഇനി ഇപ്പം ആരാണ്? പി ഈസ് ഈക്വൽ ടു പോപ്പ്.
എഫ്, അതായത് നമ്മുടെ പോപ്പ് ചെയ്യാൻ പറയുമ്പോൾ ആദ്യമേ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ ആരാണ്? എഫ്. സോ എഫിനെ പ്രിൻറ്റ് ചെയ്തു, എഫിൻ്റെ റൈറ്റിലേക്ക് പോയി. എഫിൻ്റെ റൈറ്റ് ആരാണ്? കെ ആണ്. സോ വൈൽ കെ ആണ്, പുഷ് കെ. എന്ത് ചെയ്യണം? ഇപ്പോൾ എൻ്റെ സ്റ്റാക്കിനകത്ത് സി മാത്രമേ ഉള്ളൂ. അപ്പോൾ മുകളിൽ ആര് വന്നു? കെ വന്നു. വൈൽ സി കെ വന്നു. ഇവിടെ നിന്ന് പിയുടെ റൈറ്റ് ലാസ്റ്റ് പ്രിൻ്റ് ചെയ്ത് എഫ്, എഫിൻ്റെ റൈറ്റ് കെ ഇവിടെ വന്നു, പുഷ് കെ ചെയ്തു. ഇനി കെൻ്റെ ലെഫ്റ്റ് ആരാണ്? നള്ളാണ്. സോ നള്ളായത് കാരണം ഇതിന് പുറത്ത് വരും. പീനെ പോപ്പ് ചെയ്യാൻ പറഞ്ഞു. പീര് പിരിക്കുന്ന ആരാണ്? കെയിനെ പോപ്പ് ചെയ്തു. അപ്പം കെ ഇവിടെ വന്നു, പ്രിൻറ്റ് ചെയ്തു. കെയിൻ്റെ റൈറ്റ് എടുക്കാൻ പറഞ്ഞു. കെയിൻ്റെ റൈറ്റ് ആരാണ്? കെയിൻ്റെ റൈറ്റ് നള്ളാണ്. സോ ഇതിനകത്ത് വരില്ല, നേരെ ഇവിടെ വരും. അപ്പം സ്റ്റാക്ക് എം ടി ആണോ? എം ടി അല്ല. പി ഈക്വൽ ടു പോപ്പ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ പിയിൽ ആരുണ്ട്? ഇവിടെ ഓൾറെഡി കെ പോപ്പ് ചെയ്തായിരുന്നു. ഇനി ആരുണ്ട്? സി ഉണ്ട്. സീനെ പോപ്പ് ചെയ്തു. ഇനി പ്രിൻ്റ് സിയുടെ ഡേറ്റ നമ്മൾ ചെയ്തു. സി പ്രിൻ്റ് ചെയ്തു. ഇനി സീൻ്റെ റൈറ്റ് ആരാണ്? അതേ സി വന്നു. സീൻ്റെ റൈറ്റ് ആരാണ്? നമ്മുടെ ജി. ഓക്കെ, സീൻ്റെ റൈറ്റ് ജി. ഇവിടെ നോക്കും, വൈൽ ജി. ഓക്കെ, ജി ഉണ്ട്. പുഷ് ജി. ഓക്കെ, നമ്മൾ സിയും പോപ്പ് ചെയ്തായിരുന്നു. പുഷ് ജി. ഞാൻ ജീനെ പുഷ് ചെയ്തു. ജീനെ പുഷ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? ജീൻ്റെ ലെഫ്റ്റ് പോകാൻ പറഞ്ഞു. ജീൻ്റെ ലെഫ്റ്റ് എവിടെ? ജീൻ്റെ ലെഫ്റ്റ് ശരിക്കും ഇവിടെ എന്താണ്? ജീൻ്റെ ലെഫ്റ്റ് നള്ളാണ്. സോ വീണ്ടും ഇവിടെ വരുമ്പോൾ വൈൽ നൾ. ഓക്കെ, വൈൽ കണ്ടീഷന് പുറത്താകും. ഇഫ് സ്റ്റാക്ക് എം ടി ആണോ? എം ടി ആണ്. എം ടി അല്ല, ജി ഉണ്ടല്ലേ. പി ഈസ് ഈക്വൽ ടു പോപ്പ്. ടോപ്പ് ഇരിക്കുന്ന ആൾ ജി ആണ്. ജീനെ പോപ്പ് ചെയ്തു. ബാക്കി കംപ്ലീറ്റ് ആയില്ലേ? ഇനി നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേ. ഈ കിട്ടിയ ആളും നമ്മൾ ഈ വരച്ച് വെച്ചിരിക്കുന്ന ട്രിക്ക് മെത്തേഡിൽ ചെയ്ത ആളും ഒന്നല്ലേ എന്ന് നോക്ക്. DBHEAMFKCG. സോ ഇതാണ് ഇതിൻ്റെ ഹൈട്രേറ്റീവ് അൽഗോരിതം. ഈ അൽഗോരിതം നമ്മൾ ട്രിക്ക് മെത്തേഡിൽ വളരെ ഈസി ആയിട്ട് ചെയ്തില്ലേ, ഈ ഒരു മെത്തേഡില്ലാണ്ട് തന്നെ. ഓക്കെ, ബട്ട് അൽഗോരിതം ചോദിച്ചാൽ നിങ്ങൾ ഈ അൽഗോരിതം മസ്റ്റായിട്ട് എഴുതിയിരിക്കണം. ഓക്കെ, so next we have to study about the iterative algorithm of pre-order traversal. Thank you.